ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ വിസമ്മതിക്കാൻ സുപ്രീം കോടതി. പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയെ ജൻ സുരാജ് പാർട്ടി നൽകിയ ഹർജിയിൽ ഇടപെടാനാണ് കോടതി വിസമ്മതിച്ചത്. ബി ബാലഗോപാലുണ്ട്. ബാലു, ഹൈക്കോടതിയെ സമീപിക്കാം എന്ന നിലയിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി ഇടപെടുന്നില്ല? ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ പരാമർശങ്ങളൊക്കെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിയു സിംഗിനോട് ചോദിച്ചത്, നിങ്ങളുടെ പാർട്ടിയെ ജനം തിരസ്കരിച്ചു, നിങ്ങൾക്ക് എത്ര വോട്ടാണ് കിട്ടിയത്, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു, അതിനുശേഷം ഈ കോടതിയെ ഒരു ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അഥവാ പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന ഒരു പരാമർശം പോലും കോടതി നടത്തുകയും ചെയ്തു. ഒരു പാർട്ടിയുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ്, ഒരു തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും റദ്ദാക്കാൻ കഴിയില്ല എന്നും ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായ ജൻ സുരാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നോട്ട് വെച്ച കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടപടികൾ പ്രഖ്യാപിച്ചു, മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നതിന് ശേഷം ഇങ്ങനെ വനിതാ വോട്ടർമാർക്ക് 10,000 രൂപയൊക്കെ നൽകുന്നത് അത് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ വയലേഷനാണ്, തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ആവശ്യമെങ്കിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് വേണമെങ്കിൽ പട്ന ഹൈക്കോടതിയെ സമീപിക്കാമെന്ന ഒരു കാര്യവും കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി, നിങ്ങളെ ജനം തിരസ്കരിച്ചു, എന്നിട്ട് നിങ്ങൾ കോടതിയെ ഉപയോഗിച്ച് പോപ്പുലാരിറ്റിക്ക് ശ്രമിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായത്. ശരി, ജൻ സുരാജ് പാർട്ടിക്ക് 2-3% വോട്ടാണ് പല മണ്ഡലം കിട്ടിയത്. 99% സീറ്റുകളിലും കെട്ടിവെച്ച കാശ് ഉൾപ്പെടെ നഷ്ടമായിരുന്നു. അതാണ് കോടതി പരാമർശിച്ചുകൊണ്ട് എത്ര വോട്ട് കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനം പാർട്ടിക്ക് നേരെ ഉണ്ടാകുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.